കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കാനുള്ളത്. ടാക്സബിൾ ഇൻകം 3,75,000 താഴെയാണെങ്കിൽ ടാക്സ് റേറ്റ് 0%, 3,75,000 ദിർഹത്തിന് മുകളിലാണെങ്കിൽ 9% എന്നൊക്കെ രണ്ട് വിധം ടാക്സ് റേറ്റുകളുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഇനി എങ്ങനെയാണ് കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ബിസിനസിന്റെ ടാക്സബിൾ ഇൻകം അഥവാ പ്രോഫിറ്റ് 3,70,000 ദിർഹംസ് ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 0% ആയിരിക്കും. കാരണം നിങ്ങളുടെ ടാക്സബിൾ ഇൻകം 3,75,000 ദിർഹത്തിനു താഴെ ആയതിനാൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. ഇനി നിങ്ങളുടെ പ്രോഫിറ്റ് എന്നത് 400,000 അതായത് 4 lakh ദിർഹംസ് ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 3,75,000 കഴിച്ച് ബാക്കി വരുന്ന 25,000 ദിർഹത്തിനാണ് നിങ്ങൾ 9% വെച്ച് ടാക്സ് കൊടുക്കേണ്ടത്. 2,250 ദിർഹംസ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നാച്ചുറൽ പേഴ്സൺ അതായത് വ്യക്തികളുടെ കേസിൽ 1 മില്യണിന് മുകളിൽ ടാക്സബിൾ ടേൺ ഓവർ ഉള്ളവർ മാത്രം കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെങ്കിൽ ലീഗൽ എൻറ്റിറ്റികൾക്ക് അഥവാ കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ടേൺ ഓവർ ലിമിറ്റ് ഇല്ല എന്ന കാര്യം മറന്നു പോകരുത്. അതേസമയം കമ്പനി ആണെങ്കിലും വ്യക്തിയാണെങ്കിലും ടാക്സബിൾ ഇൻകം 3,75,000 ദിർഹത്തിന് മുകളിൽ ഉള്ളവർ മാത്രം ടാക്സ് അടച്ചാൽ മതി എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.